ഹലോ എവരി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇനൽസ എന്ന ബ്രാൻഡിൻ്റെ ഒരു ഫുഡ് പ്രോസസ്സറാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇത് ഇനൽസ എന്ന ബ്രാൻഡിൻ്റെ ഫുഡ് പ്രോസസ്സറാണ്. 800 വാട്ടിൻ്റെ ഒരു ഫുഡ് പ്രോസസ്സറാണ്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ മേടിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു സാധനമാണ്. അപ്പോൾ നമുക്കത് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടും എന്നും കൂടി നോക്കാം. പിന്നെ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ഇന്നിവിടെ ദീപാവലിയുടെ ഇത് നടക്കുന്നതുകൊണ്ടാണ് ഇത്ര സൗണ്ടൊക്കെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഈ ഫുഡ് പ്രോസസ്സർ വരുമ്പോൾ തന്നെ ഒരു ഡബിൾ കാർട്ടൂൺ പാക്കിലാണ് വരുന്നത്. പുറത്ത് തന്നെ ഒരു പാക്കേജ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു അത്യാവശ്യം നല്ലൊരു പാക്കേജിലാണ് ഇത് വരുന്നത്. അതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അതിൻ്റെ ഫോട്ടോ അടക്കം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ അതിൻ്റെ ബ്രാൻഡിങ്ങും ഫോട്ടോസും അതിലെങ്ങനെ യൂസ് ചെയ്യുന്നത്, സൈഡിലായിട്ട് അതിൻ്റെ റേറ്റിംഗ്, എന്ന് മാനുഫാക്ചറിങ് ഉള്ളത്, പിന്നെ ഇതിൻ്റെ ഏതൊക്കെ യൂസേജ് ആണ് ഉള്ളത്, എത്ര വാട്ടേജിൻ്റെയാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ കാണാവുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിന് ഉള്ളിലായിട്ട് ഒരു തെർമോക്കോൾ പാക്കേജിങ്ങിൽ പ്രൊഡക്റ്റ് ഇരിക്കുന്നതായി കാണുന്നതാണ്. തുറന്നു വന്നപ്പോൾ ആദ്യം തന്നെ വെൽക്കം ചെയ്ത് അതിൻ്റെ യൂസർ മാനുവലായിരുന്നു. യൂസർ മാനുവലിൻ്റെ അകത്തായിട്ട് തെർമോക്കോളിൽ അത്യാവശ്യം പ്ലാസ്റ്റിക് കവറിൽ തന്നെ പാക്കേജ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് കവർ വയ്ക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം പൊല്യൂട്ടഡ് ആക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അത്യാവശ്യം പേപ്പർ ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പാക്കേജിൻ്റെ അകത്താണ് വരുന്നത്. തെർമോക്കോളിൻ്റെ ഒരു സൈഡിൽ തുറന്നു കഴിയുമ്പോൾ നമുക്ക് കാണാവുന്നത് വെജിറ്റബിൾ കട്ടിങ്സിനുള്ള ബ്ലേഡുകൾ മാത്രമാണ് ഇവിടെ ഈ സൈഡിൽ തന്നെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ തുറന്ന് കാണുമ്പോൾ ഇതിൽ വെജിറ്റബിൾ ചോപ്പ് ചെയ്യാനും കട്ട് ചെയ്യാനുള്ള ആ ബ്ലേഡുകളാണ് ഫുള്ള് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഒരു 4 ബ്ലേഡുകളാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇത് നമ്മുടെ ഏതൊക്കെ ഡിസൈനാണ് വേണ്ടത് അങ്ങനത്തെ ഇത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ബ്ലേഡുകളാണ്. ഇത് കട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലേഡാണ്. പിന്നെ ഇങ്ങനെ മുകളിലത്തെ തെർമോക്കോൾ മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ അകത്തായിട്ട് കാണുന്നത് നമ്മുടെ ഫുഡ് പ്രോസസ്സറും ജ്യൂസിനുള്ള ജാറും ബ്ലെൻഡറിനുള്ള ഒരു ജാറുമാണ് കാണുന്നത്. ഇതിപ്പോൾ കാണുന്നത് നമ്മുടെ ജ്യൂസിൻ്റെ ജാറും നമ്മുടെ മിക്സിയിലൊക്കെ നോർമലി യൂസ് ചെയ്യാൻ അരയ്ക്കാമെന്നൊക്കെ പറ്റുന്ന അതുപോലത്തെ ഒരു ചെറിയൊരു ജാറുമാണ് ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത്. തുറന്നൊരു അത്യാവശ്യം നല്ല ടൈറ്റായിട്ടാണ് ഇത് ഇരിക്കുന്നത്. കാരണം പുതിയൊരു മെറ്റീരിയലാണ്. കുറച്ചാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കത് അറിയാവുന്നത്. ഇപ്പോൾ കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല ടൈറ്റായിട്ടുള്ള ഇതിലാണ്. പിന്നെ അത്യാവശ്യം നല്ല പാക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ടൈറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. കാരണം ഇത് പറയാനുള്ള കാരണം ഇത് ഞാൻ അഴിച്ചു കഴിഞ്ഞിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ക്യാമറ ഒന്നും മര്യാദയ്ക്ക് ഇരുന്നില്ല എന്നുള്ളത് ഭയങ്കര കാര്യം തന്നെയായിരുന്നു. ഇത് നല്ല അത്യാവശ്യം നല്ല പാക്ക് ചെയ്ത് ഇതിങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് മിക്സിക്കുള്ള നമ്മൾ ജാറെന്ന് പറയുന്നത്. ഇത് ജ്യൂസിൻ്റെ ജാറ് നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന അത്യാവശ്യം ബ്ലെൻഡ് ചെയ്തൊക്കെ എടുക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇതിൽ നോർമൽ എല്ലാവരും മിക്സിങ് അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുള്ള ലിഡുകളൊക്കെയാണ് സൈഡിൽ വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ നോർമലി നമ്മൾ കടയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ജ്യൂസ് അടിച്ച് കിട്ടുക അതുപോലത്തെ ജാറ. ഇതാണ് ഇതിൻ്റെ മുകളിൽ ഇത് വന്നിട്ട് നമ്മൾ ഫ്രൂട്ട്സൊക്കെ നേരെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ജ്യൂസ് അടിച്ച് കിട്ടാവുന്നത്. പിന്നെ ഇതിന് മിക്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിനുള്ള കവറാണ്. ഈ സാധനമാണ് ഇത് മിക്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇത് തന്നെ. പിന്നെ വരുന്നതാണ് നമ്മുടെ മെയിനായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നു. നോർമലി ഇതൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിരിക്കാവുന്നു. പിന്നെ അത്യാവശ്യം ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നു. ചോപ്പിങ് കട്ടിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബൗളാണ് ഈ സാധനം. അതിൽ ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ അത്യാവശ്യം കട്ട് ചെയ്യുന്നു. പക്ഷെ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയതിൽ അത്യാവശ്യം നല്ല സേഫായിട്ടുള്ളൊരു ഇതാണ്. കാരണം നമ്മുടെ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും വേണ്ട ആവശ്യമില്ല. കാരണം അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം എന്തുകൊണ്ടാണെന്നുള്ളത്. ഇത് ഓരോന്നിൻ്റെ റൊട്ടേഷനും അങ്ങനത്തെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പിൻഡിലാണ്. കാരണം എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് ഈ ജാറിൻ്റെ അകത്തേക്ക് ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പിൻഡിലാണ്. അത് നമ്മൾ ഓരോ പർപ്പസ് അനുസരിച്ച് അതിന് വ്യത്യാസം വന്നിട്ടിരിക്കും. ഇത് പറഞ്ഞാൽ പുറത്ത് തന്നെ പറഞ്ഞാൽ അകത്ത് തന്നെ. പിന്നെ ഇങ്ങനത്തെ ഇത് ബ്ലേഡൊക്കെ വന്നതിനനുസരിച്ച് ആ സാധനം മാറിക്കൊണ്ടിരിക്കും. ഇത് ഏതിൻ്റെ അകത്ത് നമ്മൾ പർപ്പസ് യൂസ് ചെയ്യുന്ന ഇത് നമ്മളത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ യൂസർ മാനുവൽ ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഏത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഈ കാണുന്നതാണ് നമ്മുടെ മെയിൻ യൂണിറ്റായിട്ട് തന്നെ 800 വാട്ടിൻ്റെ മോട്ടർ അടക്കമുള്ള ഇത്. അത്യാവശ്യം വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇതിൻ്റെ വന്നത്.
പിന്നെ ഈ സാധനം ഒരു റബ്ബറൈസ്ഡ് മെറ്റീരിയലാണ്. അത് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ളൊരു ചാൻസ് പോലെ തോന്നുന്നുണ്ട്. കാരണം പണ്ടൊരു മിക്സിയൊക്കെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഡാമേജ് ആയിട്ട്, കാരണം കറക്റ്റ് സ്ലോട്ടായിട്ട് മാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ 3 സ്പീഡാണ് കൊടുത്തിരിക്കുന്നത്. കാണുമ്പോൾ ഒത്തിരി ഇത് കാണുന്നുണ്ടെങ്കിലും 1 2 3 എന്ന് പറഞ്ഞാൽ 3 സ്പീഡാണ് കാണിക്കുന്നുള്ളൂ. താഴത്തെ എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ ഫുള്ള് റൊട്ടേറ്റ് ചെയ്യാനൊന്നുമില്ല. 0 1 2 പിന്നെ ഒരെണ്ണം മിക്സിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ താഴത്തത് ഹോൾഡ് ചെയ്യാനുള്ള വാക്യൂം റബ്ബറിൻ്റെ ഇതുണ്ട്. അത്യാവശ്യം ഹോൾഡൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്. അത്ര ഇതായിട്ടെന്ന് പറയാനില്ല, പക്ഷെ നമുക്ക് എളുപ്പം യൂസ് ചെയ്തെടുക്കാം. പിന്നെ 2 പിന്നിൻ്റെ പവർ കോഡാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. 230 വോൾട്ടിലാണ് നമ്മൾ യൂസ് ചെയ്യാവുന്നത്. പിന്നെ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു സേഫ്റ്റി ഡിവൈസ് ഒന്നും ഞാൻ കണ്ടില്ല. ഫ്യൂസിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ സ്ലോട്ടൊന്നും കാണിക്കുന്നില്ല. പിന്നെ നോർമൽ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ 2 സേഫ്റ്റി സ്വിച്ച് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, സേഫ്റ്റി സ്വിച്ച് കറക്റ്റ് ലോക്ക് ആയിട്ടില്ലെങ്കിൽ ഈ സാധനം ഒന്നും വർക്ക് ചെയ്യത്തില്ല. ഞാൻ ആദ്യം ഇത് ഓൺ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അത് വർക്കിംഗ് അല്ല, അപ്പോൾ നമ്മളത് ഡാമേജ് ആയിരിക്കും എന്നുള്ളൊരു വിഷയമായിരുന്നു. പക്ഷേ ആ കറക്റ്റായിട്ട് അത് ലോക്ക് ആയി കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 13 ഐറ്റം യൂസ് ചെയ്യാവുന്ന ഈ മൾട്ടിപർപ്പസ് ഫുഡ് പ്രോസസ്സറിന് ഏകദേശം ഒരു 5000-6000 രൂപ ഓൺലൈന് പ്രൈസ് ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ള ഗിഫ്റ്റൊക്കെ അടിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നീട് വരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതിന് ടേക്ക് കെയർ, ബൈ.